ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു ഫുൾ ഡേ മീലാണ് കാണിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തി പരിപ്പ് കറി. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ആ 4 ഗ്ലാസ് പൊടി ഇങ്ങനെ വടിച്ചാണ് എടുത്തേക്കുന്നത്, തിക്കി അല്ല എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പ്, കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. കുറച്ചെണ്ണ മതിയെങ്കിൽ അങ്ങനെ മതി. 1.25 ഗ്ലാസ് ചൂടുവെള്ളം. ഈ 4 ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് ചൂടുവെള്ളം. എന്നിട്ട് അത് നന്നായിട്ട് കുഴച്ച് സ്മൂത്ത് ആക്കിയിട്ട് അരമണിക്കൂർ മൂടി വെക്കണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച പൊടിയാണ്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അത് വെച്ചതിന് ശേഷം പരിപ്പും ഇത്തിരി ഒരു സവാളയും കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ഞാൻ വേവിക്കാൻ പോണേന്. അപ്പം അതിനു വേണ്ടി വറുത്തിടാനായിട്ട് ഇത്തിരി ഉള്ളി വേപ്പിലയും കൂടി താളിച്ച്. അപ്പം ആ നേരം കൊണ്ട് പരിപ്പ് പെട്ടെന്ന് തന്നെ വേകുമല്ലോ കുക്കറിലാവുമ്പോൾ. എന്നിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പം ഞാൻ പരിപ്പ് എനിക്ക് തോന്നുന്നു ഒരു 100 ഗ്രാം പരിപ്പ് എന്തോ എടുത്തിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. 2 പിടി പരിപ്പാണ് ആകെ എടുത്തത്, ഞങ്ങൾക്ക് അധികം വേണ്ട. അപ്പം അത് വെന്തത് അതിനകത്തേക്ക് അങ്ങോട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാലത്ത് ആ കറിയുടെ കാര്യം കഴിഞ്ഞ് അപ്പം നമ്മുടെ ചപ്പാത്തി ഇനി ഉണ്ടാക്കാൻ തുടങ്ങണം. ചപ്പാത്തി അത്ര നേരം അവിടെ ഇരുന്നിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അത് മൂടി വെച്ചത്. തണുത്ത വെള്ളത്തിൽ വേണമെങ്കിലും ചപ്പാത്തി കുഴക്കാട്ടോ, കുഴപ്പമില്ലെങ്കിൽ എനിക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പം ഇനി നമ്മൾക്ക് കാപ്പിയും ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി. അപ്പം ഞാനിതിങ്ങനെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും ഫാസ്റ്റായിട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇവിടെ കട്ടൻ കാപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണം. കാരണം ഇവിടെ ബെഡ് കോഫി ഇല്ല. പാലിട്ട കാപ്പിയും ചായയൊന്നും രാവിലെ ആരും കഴിക്കാറുമില്ല. അപ്പം അത് റെഡിയാക്കി അതും മാറ്റി വെച്ച് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ്. ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഉണ്ട പോലെ ആക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പം പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു രീതിയിലാണ് എടുക്കുന്നത്. എന്നിട്ട് പരത്തലും ചുടലും ഒക്കെ ഒന്നിച്ചെടുക്കണം. അപ്പം ചപ്പാത്തി ചുടാനായിട്ട് നന്നായിട്ട് വരുന്നതായിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. ഇത് ഇങ്ങനെ ഇട്ടില്ലേ, ഈ ചപ്പാത്തി അങ്ങനെ ഇട്ടിട്ട് അടുത്ത ചപ്പാത്തി അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ പരത്തിക്കൊണ്ടിരിക്കുക. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തീ കൂട്ടി തന്നെ വെക്കുക. തീ കൂട്ടി വെച്ചാലാണ് നന്നായിട്ട് കൊമളച്ച് വരുന്നത്. തീ താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ചപ്പാത്തി ശരിയാവൂല. അപ്പം നമ്മളുടെ ചപ്പാത്തി ഒരു കുട്ടി എൻ്റെ അടുത്ത് ഇന്നും കാലത്ത് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ചപ്പാത്തി. അപ്പം ഞാനത് മടിഞ്ഞ് ഉണ്ടാക്കാൻ. പക്ഷെ എനിക്ക് സങ്കടം തോന്നി. ആ കൊച്ച് ചോദിച്ചിട്ട് അത് കാണിച്ചിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചിത് കാണുമ്പോൾ ആ കൊച്ചിന് മനസ്സിലാകും ചപ്പാത്തി ആ കുട്ടി പറഞ്ഞിട്ട് ഇട്ടതാണെന്നുള്ളത്. ചപ്പാത്തിയിൽ ചെറിയ ബബിൾസ് ഇങ്ങനെ വരുമ്പോൾ തിരിച്ചിടുക. തിരിച്ചിട്ട് കഴിഞ്ഞ് അത് പിന്നെ തൊടണ്ട. അതിൻ്റെ അടിവശം കളറൊക്കെ മാറി വന്നവരെ അത് കിടന്ന് വേകട്ടെ. എന്നിട്ട് തിരിച്ചിടുക. അപ്പം തന്നെ അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുമ്പോൾ നന്നായിട്ട് കോമളച്ചിങ്ങിൽ വരും. അപ്പം എനിക്ക് ഫുൾക്ക ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പ്രാക്ടീസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ചപ്പാത്തി മതി, നല്ല സോഫ്റ്റ് ആണ്. അപ്പം ഇതുപോലെ കൊമളച്ച് വരും. ഇതിപ്പോൾ 2ാമത്തെ ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. അത് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് 2ാമത്തെ ചപ്പാത്തിയാണ് കാണിക്കണം. എന്നിട്ട് ഇത്രയല്ലേ ചപ്പാത്തിയുടെ പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുക. അപ്പം അതാണ് ആ ടെക്നിക്ക്. അപ്പം ഇത് ഒരു പാത്രം വെച്ച് മൂടുക. നെറ്റിൻ്റെ ഒക്കെ വെച്ച് മൂടിക്കഴിഞ്ഞാൽ ചപ്പാത്തി റഫായി പോവുകയെ. ഇപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നാണ്, പള്ളി പോണതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ പള്ളിയിൽ പോയി വന്നിട്ട് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ചപ്പാത്തിയുടെ കറി ഇരുന്ന് ഇത്തിരി പറ്റി. ഞങ്ങൾ പോയിട്ടൊക്കെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തിയത്. അപ്പം അതൊക്കെ ഇരുന്ന് ഇത്തിരി പറ്റി. കട്ടൻ കാപ്പി, ചപ്പാത്തി, പരിപ്പ് കറി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ. ഇനി അടുത്തത് ചോറിൻ്റെ കറികളിലേക്ക് ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കാൻ കയറിയിരിക്കുന്നതാണ്. ഒരു മോരുചാറ്. അതിന് വേണ്ടിയിട്ട് 3/4 പാക്കറ്റ് തൈരാണത്. ഒരു പാക്കറ്റിൻ്റെ 1/2 ലിറ്ററിൻ്റെ 3/4 ഭാഗം. പിന്നെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും, ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് അരക്കേണ്ടത്. മിക്സിയിൽ അരക്കാനുള്ളതാണ്. അത് വറുക്കാനുള്ളത് വറ്റൽമുളക്, ഉണക്കമുളക്, വേപ്പില, ഉള്ളി. അത് ഒരു കളറ് കിട്ടാനായിട്ട് ഇത്തിരി വറുക്കണതിൻ്റെ മീതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പം ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഈ തൈരും കൂടി ഇട്ടിട്ട് അതിൻ്റെ കട്ട മാറ്റാൻ ഒന്ന് കറക്കിയെടുത്തേക്കണം. അപ്പോൾ ഇവിടെ നമ്മളുടെ കടുകും ഉലുവയും കൂടി പൊട്ടിച്ചിട്ട് ഈ താളിക്കാനുള്ള സാധനങ്ങളും ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് അതൊന്ന് കളറ് അധികം അങ്ങോട്ട് കറുത്ത കളറൊന്നും ആക്കി കളയരുത്. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ആ കളറ് ഒരു ചാറിൻ്റെ മീതെ ഒരു കളറ് റെഡും ഒക്കെ തെളിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞളും കൂടി അങ്ങോട്ട് ഇട്ട്
അപ്പോൾ ആ ഒരു എണ്ണ തെളിഞ്ഞ് കിടക്കുമ്പോൾ ഒരു കളർ ഉണ്ടാവും. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ അടിച്ചു വെച്ച ആ തൈരും തേങ്ങാ മിക്സും കൂടി ചേർത്ത് അതിനകത്തേക്ക് ഇട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിളക്കാൻ അധികം ചൂടാകാൻ നിൽക്കരുത്. നേരെ ചൂട് കയറുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്ത് മാറ്റിയേക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞൊക്കെ പോകും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാറിൻ്റെ പണി കഴിഞ്ഞ്. അടുത്തത് വരുന്നത് ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ ഒരു കായപ്പൊടിയുടെ ടെക്നിക്ക് പറഞ്ഞിരുന്ന സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയണത് ഇതിൻ്റെ മീതി ഇത്തിരി കായപ്പൊടി അവർ തൂകാറുണ്ട്. അപ്പോൾ ഇത് സ്പെഷ്യലാണ് രുചി എന്നുണ്ട്. അപ്പോൾ ഞാനും അത് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഈ കുക്കിംഗ് എന്നൊക്കെ പറയുന്നത് വലിയ ഗുണമൊന്നുമില്ലാത്ത കുക്കിംഗ് ആണ്. കാരണം ഞാൻ കുക്കിംഗ് ചാനലല്ല ഇത്. കുക്കിംഗ് എന്ന് പറയുന്നത് ഇതൊരു മോട്ടിവേഷന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഫാസ്റ്റായിട്ട് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത കുക്കിംഗ് ആണെന്ന് മാത്രം പറയാം. അപ്പോൾ ഇത് എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ചേന, 100 ഗ്രാം വൻപയർ വെള്ളത്തിൽ കുതിർത്തത്, മഞ്ഞൾ ഉപ്പിട്ട് വേവിക്കാൻ വെച്ച് അതിന് വേണ്ടി അരക്കാനുള്ള സാധനങ്ങളാണ്. ചെറിയ ഉള്ളി ഇത്തിരി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ, ഒരു മുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുള്ള ഒരിത്തിരി ജീരകവും എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം. അപ്പം ഇത്രയും സാധനം നമ്മൾക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അതിന് ഇന്നലെ ഞാൻ എടുത്ത് മാറ്റി വെച്ചില്ലേ തേങ്ങ വറുത്തത്, അപ്പം അതൊന്ന് അവസാനം ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ എരിശ്ശേരിയിൽ. പിന്നെ ഇതിനകത്ത് വറുത്തിടാനുള്ള ഉള്ളി, വേപ്പില, ഉണക്കമുളക്. ഇതിനകത്ത് ഇത്തിരി മഞ്ഞൾ ഞാൻ ചേർക്കാൻ മറന്നപ്പോൾ ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചതാണ്. ഇതുപോലെയൊക്കെ നിങ്ങളുടെ ഇതിലൊക്കെ വീഴുന്നത് അപ്പം തന്നെ തുടച്ചുകൾ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടത്. അപ്പം തന്നെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചേക്കണം. എപ്പോഴും അടുക്കളയിൽ നനഞ്ഞ തുണി ഉണ്ടാകണം. അല്ലാതെ എല്ലായിടത്തും ആകണത് ഒന്നിച്ച് എല്ലാ പണിയും കഴിയട്ടെ എന്നിട്ട് തുടക്കാമെന്ന് വിചാരിക്കരുത്. വീഴണ അഴുക്ക് അപ്പം തുടച്ച് മാറ്റിയേക്കണം. പാത്രങ്ങളും അപ്പം കഴുകി മാറ്റിയേക്കണം. അതൊക്കെ കാണിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ വെന്ത് ഉടച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഈ അരപ്പങ്ങട് കലക്കി. പിന്നെയാണ് നമ്മൾ അതിൻ്റെ മീതേക്ക് വറുത്തിടാനായിട്ട് കടുക് പൊട്ടിച്ച്. അപ്പം എൻ്റെ ചീനച്ചട്ടീനെ ഒരുപാട് ആൾക്കാർ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനതൊന്നും ഉപയോഗിക്കില്ല. കാരണം എനിക്ക് ഈ ചീനച്ചട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇന്ന് ചെയ്യാനായിട്ട്. എനിക്ക് ഇങ്ങനെ കൈ വഴങ്ങി കിടക്കുന്ന ഒരു ചീനച്ചട്ടിയാണ്, അതാണ് കളയാത്തത് കേട്ടോ, ആരും ഒന്നും വിചാരിക്കില്ലേ. പിന്നെ ഇതേ മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഈ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മീതയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആ തേങ്ങ, പച്ചത്തേങ്ങയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഈ ഉള്ളിയുടെ ഒപ്പം ഇട്ട് വറുക്കണം കേട്ടോ. പച്ചത്തേങ്ങ ആയിരുന്നെങ്കിൽ, ഇനി ഞാൻ വറുത്ത് വെച്ചത് കൊണ്ടാണ് ഉള്ളിയുടെ ഒപ്പം തേങ്ങ ഇട്ട് വറുക്കാതിരുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിതെല്ലാം കൂടി ഒന്നിച്ച് കാണിക്കണതേ ഒരു ദിവസത്തെ ഇതൊക്കെ. അപ്പോൾ വിനാഗിരിയും വെള്ളവും കൂടി ചേർത്തിട്ട് അതിനകത്താണ് ഇറച്ചി ഞാൻ മുക്കി വെക്കണത്. അപ്പോൾ ഇറച്ചി പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ ഇറച്ചിയുടെ ചോര വെള്ളമൊക്കെ ഇറങ്ങിപ്പോവും. ഈ ഒരു പീസ് ഇഞ്ചി, ഈ ഒരു കുടം വെളുത്തുള്ളിയുമാണ് ഇതിനു വേണ്ടി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കണം. ഇത്രയുമാണ്. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം അത് കറിയിൽ എല്ലാവരും തിന്നോളും, അത് പെറുക്കിക്കളയില്ല. ഒരു വലിയ സവാള, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇത്തിരി വേപ്പില. പിന്നെ ഇതിനകത്ത് ഞാൻ ഇത് മസാലപ്പൊടി, ഒത്തിരി മഞ്ഞൾപ്പൊടി, പേരിനാണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 വലിയ നിറച്ച് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, കുരുമുളക് പൊടിയൊന്നും ചേർക്കണില്ല, അത് വിനാഗിരിയാണ്, 1/4 ഗ്ലാസ് വിനാഗിരി. പിന്നെ നമുക്ക് ഉപ്പ്. ഇറച്ചി വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുത്തേക്കണത്, 1 കിലോ ഉണ്ടത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കളറ് ഇത് ഈ കാശ്മീരി ചില്ലി ഇടുന്നതുകൊണ്ടാണ് അത്രയും കൂടുതൽ ഇടുന്നത്. എരിവെള്ളം ഇല്ലയാണെങ്കിൽ നിങ്ങൾ നോക്കി ചെയ്യണം. ഇതിനകത്ത് പക്ഷേ കാശ്മീരി ചില്ലിയാണ് കൂടുതൽ വേണ്ടത്, എന്നാലേ കളർ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സാധനങ്ങളെല്ലാം കൂടി ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് സാധനങ്ങൾ ഒന്നിച്ചാക്കിയിട്ട് നമ്മളിത് നന്നായിട്ട് തിരുമ്മി കൂട്ടുക ചെയ്യണത്. അപ്പോൾ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, വിനാഗിരി, സവാള, ഇത് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും സാധനം ചേർത്ത് ഇതുപോലെ തിരുമ്മി ഇങ്ങനെ പൊത്തി എടുത്തിട്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ, ഒരുപാട് വെള്ളം വരും അതിനകത്ത് നിന്ന്. ഇത് ഞാൻ ഊറ്റി വെച്ച് വെള്ളം വറ്റിച്ചിട്ടാണ് അതിനകത്തേക്ക് ഇറച്ചി ഇട്ടത്. ഇപ്പം തന്നെ ഒരുപാട് വെള്ളവും നമ്മളുടെ ഇറച്ചി ഇപ്പം വന്നത് അങ്ങനെയാണ്. ഇറച്ചിയുടെ എന്തോ മിസ്റ്റേക്കൊക്കെ ഇത്രയും വെള്ളം വന്നത്. അത് സാവധാനം ചെറുതീയിലിട്ട് അവിടെ കിടന്ന് വെന്തോളും. ആ നേരത്ത് നമ്മൾക്ക് മറ്റുള്ള പണികൾക്കൊക്കെ പോകാം. അപ്പം ഞാൻ വേറെ അടിക്കൽ തുടക്കലിനൊക്കെ അതിൻ്റെ ഇടയിൽ പോയി. അപ്പം ഇത് ഇറച്ചി വെന്ത് കഴിഞ്ഞ് അതിനകത്തേക്ക് ഇത്തിരി സവാളയും വേപ്പിലയും ഇത്തിരി ഉപ്പും ചേർത്ത് വഴറ്റി അത് അതിൻ്റെ മീതയിലേക്ക് ഇട്ട് അതും കഴിഞ്ഞു. അപ്പം നമ്മുടെ കറി 3 ഒരു എരിശ്ശേരി, ഒരു വിന്താലു, അതിനൊരു ചാറ്.
അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നല്ല നല്ല കുക്കിംഗ് ചാനലുകളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ നോക്കിയിട്ട് കുക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. പക്ഷേ എൻ്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടി ഞാനിത് ഇങ്ങനെ ശ്വാസം പിടിച്ച് ഞാൻ ചെയ്ത് തീർക്കണത്, കാരണം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിത് എല്ലാം എടുത്തു വെച്ച് ഉച്ചക്ക് ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ 3 കോമ്പിനേഷൻ, ഈ കറിയുടെ കോമ്പിനേഷൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചിരുന്നു ഉച്ചക്ക്. പിന്നെ ഞാൻ വൈകുന്നേരം ഞാനൊരു എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു, കാരണം എഗ്ഗിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക്. അപ്പം ഞാൻ 1 ഗ്ലാസ് മൈദക്ക് 1/2 ഗ്ലാസ് എണ്ണയും 1/2 ഗ്ലാസ് പഞ്ചസാര കൂടി എടുത്ത് അത് പൊടിച്ചെടുക്കണം. പിന്നെ തൈരാണ് മുട്ടക്ക് പകരം എടുത്തേക്കണത്, 1/2 ഗ്ലാസ് തൈര്. പിന്നെ വാനില എസൻസിന് പകരം ബ്രൂ. ഇത് ഇത്തിരി പാൽപ്പൊടി, ബേക്കിംഗ് സോഡ. പാൽപ്പൊടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ് ആക്കണമെങ്കിൽ വെള്ളം ചേർക്കാനാണ്. എൻ്റെ അടുത്ത് പാലില്ലാതെ ഇപ്പം അതാണ്. അപ്പം ആദ്യം ഈ തൈര് 1/2 ഗ്ലാസ് അതിനകത്തേക്ക് ഇട്ട്, എന്നിട്ട് അതൊന്ന് കട്ട മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഈ 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുത്തത് ഇട്ട്, അതിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഇടാൻ പാടില്ല, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. അപ്പം അതിട്ട്, അപ്പം വാനില എസൻസ് വേണമെങ്കിൽ വാനില എസൻസ് ഇടാം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും വാനില എസൻസ് അല്ലേ, അത് വേണ്ട. അപ്പം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് 1 ഗ്ലാസ് മൈദ, ഇത്തിരി 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും സാധനം അരിച്ച് അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത്, എന്നിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ ബ്രൂ, ആ 2 രൂപയുടെ ചെറിയ പാക്കറ്റാണ് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടത്. എന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ച എപ്പോഴും വാനിലയുടെ ടേസ്റ്റല്ലേ ഉണ്ടാവുന്നത്, അപ്പോൾ കോഫി ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചങ്ങനെ ചെയ്തതാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ട് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല, എല്ലാവർക്കും വാനിലൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അതുമല്ല ഈ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിപ്പോയി. സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, പിടിക്കാൻ പോലും കിട്ടാനുള്ള അത്ര പഞ്ഞി പോലും എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഇത് കഴിച്ചപ്പോൾ മുട്ടയുടെ കേക്ക് കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാനവിടെ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കുക്കറിൽ അടിയിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, തട്ട്, അതിൻ്റെ അകത്തേക്ക് ഞാൻ വെക്കണേ. അപ്പം അത് അതിനകത്ത് ഇരുന്നിട്ട് ഒരുപാട് ടൈം കൊടുത്തത് വേകാനായിട്ട്, 3/4 മണിക്കൂർ എടുത്ത്. മുട്ട ആണെങ്കിൽ നമുക്ക് 25 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇത് 3/4 മണിക്കൂർ എടുത്ത് വേകാനായിട്ട്. അതും ഇതുപോലെ ഇങ്ങനെ പൊട്ടി ഒക്കെ വന്ന് എടുക്കാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഭയങ്കര സോഫ്റ്റ്, ഒരു ബലം നമുക്ക് പിടിക്കാൻ തോന്നൂല, പിടിക്കാൻ കിട്ടണില്ല. ഇത് വേണ്ട, ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കണേ. അപ്പം എല്ലാവർക്കും ഇപ്പം മുട്ടയുടെ കേക്ക് തന്നെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കണമെന്ന് ഇല്ല, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. തൈരിൻ്റെ കേക്ക് അത്ര എനിക്കറിയില്ല, എന്നിട്ടായിരിക്കും കേട്ടോ ചെയ്യാനായിട്ടേ. ഇത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ ശരിയാകുമായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതേ ചായ ഇട്ട് ഏത്തപ്പഴവും കേക്കും ചായയും കൂടി ഞങ്ങൾ കഴിച്ചു. അപ്പം ഞാൻ ഇതിനകത്ത് ഡിന്നറിൻ്റെ അത് ഇടണില്ല, കാരണം ഉച്ചക്കത്തെ സെയിം സാധനം തന്നെയാണ് ഞങ്ങൾ കഴിക്കണത്. പിന്നെ ഞങ്ങൾക്ക് കാലത്തെ ചപ്പാത്തിയും ബാക്കിയുണ്ട്, അതും ചേർത്ത് കഴിക്കും. അപ്പോൾ താങ്ക് യു.